നമസ്കാരം. ഇന്നത്തെ വിളവെടുപ്പ് രാമച്ചമാണ്. ഈ രാമച്ചം ഞാൻ നട്ടിട്ട് 1.5 വർഷം കഴിഞ്ഞു. സാധാരണ ഗതിയിൽ 1.5 മുതൽ 2 വർഷം കൊണ്ട് നന്നായിട്ട് വിളവ് കിട്ടുന്നതാണ് ഈ രാമച്ചം എന്ന് പറയുന്ന ചെടി. ഞാൻ എന്തിന് ഈ രാമച്ചം വീട്ടിൽ നടന്നു എന്ന് വെച്ചാൽ, നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്നതെല്ലാം സ്പ്രേ അടിച്ചിട്ടുള്ള വേറെ വേരുകളായിരിക്കും. അതിൽ സ്പ്രേ അടിച്ചാണ് കൂടുതലും കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് 1 വർഷത്തേക്കുള്ളത് റെഡിയാക്കാൻ വേണ്ടി ഞാനൊരു 5-6 മൂട് അത് നടും. ഒരു സൈഡിലോട്ട് ടെറസിൻ്റെ മുകളിൽ ഒരു സൈഡിലോട്ട് ഒതുക്കിയൊക്കെ നട്ട് കഴിഞ്ഞാൽ വല്ലപ്പോഴും വെള്ളം കോരിയാൽ മതി. നടുമ്പോൾ അടിയിൽ കരിയിലിടണം, ചാണകപ്പൊടിയോ അതുപോലെ എന്തെങ്കിലും മിശ്രിതങ്ങൾ വളവും ഇടണം. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വലിയ പരിചരണം കൊടുക്കേണ്ട കാര്യമില്ല, രോഗങ്ങളൊന്നും വരാറൊന്നുമില്ല. ഇത് നമുക്ക് ഇത് വെട്ടിക്കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു വർഷത്തേക്കുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ട് കിട്ടാറുണ്ട്. 5 അല്ലെങ്കിൽ 6 മൂട്. ഇപ്പം ഞാനിവിടെ 1, 2, 3, 4, 5 മൂടാണ് നട്ടിരിക്കുന്നത്. ഇത് വെട്ടിക്കഴിയുമ്പോഴത്തേക്കും ആവശ്യമുള്ള വേര് നമുക്ക് കിട്ടും. ഞാനിത് ഒരു മൂട് വെട്ടണ്ടേ? ഇങ്ങനെ തന്നെ ആദ്യം വെട്ടാം. ഇങ്ങനെ ഇരിക്കണം വെച്ചാലേ ബാഗ് കീറാതിരിക്കാൻ വേണ്ടിയാണ്. ഇതിപ്പം കീറിയാൻ പറ്റുള്ളത് വാങ്ങണം. നിറഞ്ഞിരിക്കുകയാണ്. ഒരു മുടി തന്നെ ഒരു 5-6 എണ്ണം നടും. അപ്പോഴത്തേക്കും ഇതേപോലെ ഇളകാൻ പറ്റും. ഇത് കീറേണ്ടി വരും. ഒന്ന് പിടിക്കടി, ഇതിനങ്ങോട്ട് പിടി. അത്രേ. ഓക്കെ. ഇത് വയസ്സായ ആളുകളുടെ ഷർട്ട് ഒരുപോലെ. ഏറിയൊന്നും കുഴപ്പമില്ല. പരിപാടി ഇതാണ്ടോ, നല്ല കുട്ടമാൻ ചെയ്യണം. ഇനി ചെയ്യേണ്ടത്, ഇനി കത്തിയെടുത്ത് ഇതിനെ അറുക്കണം. ഇനിയാണ് ജോലി. ഇനി അവനെ മറക്കണം. കംപ്ലീറ്റ് നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ മണം കൊണ്ട നമ്മൾ ഇത് കഴിയെടുക്കുമ്പോൾ തന്നെ സൂപ്പറായിരിക്കും. ചവിട്ടി പിടിക്കാം.
നല്ലത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ജോലിയുണ്ട്. നടാൻ ഇത്ര ജോലിയില്ല. ഓക്കെ, ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ ഇതിനെ വെള്ളത്തിൽ കൊണ്ടിടണമെന്നാണ്. ഓക്കെ, വെള്ളം ഇരിപ്പുണ്ട്. ആദ്യം നമുക്ക് ഇതിടാം. ഇപ്പം ഈ വേര് സാധാരണ ഉപയോഗിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമുക്ക് വെള്ളം തിളപ്പിക്കുമ്പോൾ അതിനകത്ത് കുറച്ചിടാം. പിന്നെ വേർപ്പ് നാറ്റമുള്ളവർക്ക് ഇതിനെ അരച്ച് ദേഹത്ത് പൂശി കഴിഞ്ഞാൽ വേർപ്പ് മാറും. ഇങ്ങനെ ഒത്തിരി ആയുർവേദ ഗുണമുള്ള ഒരു സസ്യമാണ് രാമച്ചം. ഇതൊന്ന് കഴുകിയെടുക്കാം. ഒരു മൂട്ടിൽ നിന്നുള്ളതാണ്. ഇനി ഇത് അല്പം കൂടെ ഒന്ന് കഴുകി ഇതിനകത്തുള്ള കരിയിലയുടെയൊക്കെ പാടുകളുണ്ട്, ഇതൊക്കെ മാറ്റി ഉണക്കി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ള ഇതാണ്. ഇത് ഏകദേശം ഒരു 200-250 ഗ്രാം വരും. ഓക്കെ, നമസ്കാരം.